ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയൂട്ട് നടന്നു. ഗജസേന ആനപ്രേമി സംഘം അണിയിച്ചൊരുക്കിയ ഈ വർഷത്തെ ആനയൂട്ട് നടന്നു. ചെറായി ശ്രീ ഗൗരി ക്ഷേത്രത്തിൽ രാവിലെ 5:30 തന്ത്രി രാകേഷ് തന്ത്രികൾ അവരുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് തന്ത്രികളുടെയും മേൽശാന്തി MG രാമചന്ദ്രൻ ശാന്തി അവരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഈ വർഷത്തെ ആനയൂട്ട് നടന്നു. 12 ഗജരാജ റാണിമാരാണ് തവണ ചെറായി ആനയൂട്ടിനായി എത്തിച്ചേർന്നത്. എങ്കിൽ പോലും നമ്മൾ 12 ആനനെ അണിനിരത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പേരുകേട്ട ആനകളായ പുതുപ്പള്ളി കേശവൻ, ഗുരുവായൂർ ബാലകൃഷ്ണൻ, മധുരപ്പുറം കണ്ണൻ മുതലായ ആനകൾ പങ്കെടുത്തിരുന്നു. നമ്മുടെ ചടങ്ങിൽ MP, MLA, പ്രതിപക്ഷ നേതാവെല്ലാം സന്നിഹിതരാവുന്ന സമ്മതിച്ചിരുന്നെങ്കിലും അവരുടെ ഔദ്യോഗിക തിരക്കുകൾ മൂലം അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, BV സഭ അംഗങ്ങൾ, മൂത്തോന്ന സഭ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നമ്മളുടെ ഈ 5:30 ഗണപതി ഹവനം നടത്തി അതിനുശേഷം ഗജപൂജ നടത്തി. ഗജപൂജയ്ക്ക് ശേഷം മൂത്തോന്നം ക്ഷേത്രത്തിലെ ഗജരാജനായ മൂത്തോന്നം പത്മനാഭനെ നമ്മൾ പട്ടം നൽകി ആദരിച്ചു. ശങ്കരനാരായണ പ്രിയൻ എന്ന പട്ടം നൽകിയാണ് ആദരിച്ചത്. ചടങ്ങിൽ മൂത്തകുന്നം പത്മനാഭൻ എന്ന ഗജവീരന് ശങ്കരനാരായണ പ്രിയൻ എന്ന പട്ടം നൽകി ഗജസേന ആദരിച്ചു. ചട്ടക്കാരനെ സത്യപാലൻ തന്ത്രികളും ആദരിച്ചു. ആന പരിപാലന രംഗത്ത് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച മന്നാടിക്കണ്ണൻ എന്ന ആനയുടെ പപ്പാൻ ശ്രീ രാമകൃഷ്ണനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം വിശ്വനാഥൻ ആദരിച്ചു. ചടങ്ങിൽ ഗജസേന സെക്രട്ടറി അനിൽകുമാർ, പ്രസിഡന്റ് രാകേഷ്, ഗജാഞ്ചി അനിൽ P എന്നിവർ നേതൃത്വം നൽകി. വിജ്ഞാനവർദ്ധിനി സഭാ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ, ദേവസ്വം മാനേജർ EK രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ.